ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് കുട്ടികൾക്ക് പാല് കൊടുക്കുന്നതും കഫക്കെട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള രീതിയിലാണ്. അത് കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്. കുഞ്ഞിന് പാല് കൊടുത്തു കഴിഞ്ഞാൽ കഫക്കെട്ട് ഉണ്ടാവും, അതുകൊണ്ട് പാല് കൊടുക്കാറില്ല. പിന്നെ ഇപ്പം അതായത് സിർലാക്ക്, അതുപോലെ പിന്നെ ഹെൽത്ത് മിക്സ് എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും പറയും പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും കഫക്കെട്ടുണ്ട്, അതുകൊണ്ട് പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കൂലെന്ന്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കഫക്കെട്ടും പാലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാദ്യം ശ്രദ്ധിക്കുക. കാരണം ഈ മുംബൈയിലെ പഠനങ്ങൾ തെളിയിച്ചതെന്ന് വെച്ചാൽ ഈ സോയാ മിൽക്കും സാധാരണ പശുവും പാലും, കുറച്ച് കുട്ടികൾക്ക് സോയാ മിൽക്ക് കൊടുത്തു നോക്കി, കുറച്ച് കുട്ടികൾക്ക് പശുവും പാലും കൊടുത്തു നോക്കി. അങ്ങനെ കഫക്കെട്ട് ഏതിലാണ് കൂടുതലും നോക്കി, കഫക്കെട്ട് തീരെയില്ല. പിന്നെ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ പശുവും പാലും അതുപോലെ നോർമലായിട്ടുള്ള ബ്രസ്റ്റ് മിൽക്കും കൊടുത്തു, ഏതിലാണ് കഫക്കെട്ട് നോക്കി, അതിലുമില്ല. അതിലും എത്രയോ 10% കുട്ടികൾക്ക് മാത്രമാണ് ഈ കഫക്കെട്ടല്ല പിന്നെ അലർജി പോലെ വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിച്ച സമയത്താണ് മനസ്സിലായത്. പിന്നെ സാധാരണ നമ്മളെ മൂക്കിലുണ്ടാവുന്ന മ്യൂക്കസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, മെമ്പറൈൻ. അപ്പം എക്സ്ക്രീഷനായിട്ട് വരുന്നതാണ് അത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കഫക്കെട്ടായിട്ട് വരുന്നത്. അതായത് പുറത്തുനിന്ന് വരുന്ന ഏതെങ്കിലും പിന്നെ ബാക്ടീരിയാസോ അതിലെല്ലാം തടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിന്നെ കഫം പോലെ വരുന്നത് കുട്ടികൾക്ക് മൂക്കിലിന് വലിയവർക്കായാലും വരുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ജലദോഷവും കാര്യങ്ങളും ഇതായിട്ട് വരുന്നത്. അല്ലാതെ പാലിൻ്റെ അലർജി കൊണ്ടല്ല ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. പാലിനെ കൊണ്ടുള്ള ഗുണങ്ങൾ പറഞ്ഞാൽ പ്രോട്ടീൻസ് കിട്ടും, മിനറൽസ് കിട്ടും, വൈറ്റമിൻസ് കിട്ടും. അതുപോലെ നമുക്ക് പ്രതിരോധ ശേഷിക്ക് ഒരുവിധം നല്ല രീതിയിൽ അത് പ്രയോഗിക്കുന്നുണ്ട്. ഈ പാലിനെ കൊണ്ടുള്ള ഗുണങ്ങളാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് എന്തായാലും പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിവസം 1 ഗ്ലാസ് രാവിലെയും 1 ഗ്ലാസ് വൈകിട്ടും ഒരു കുട്ടിക്ക്, അതായത് 1 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് കൊടുക്കേണ്ട അളവാണ്. പക്ഷെ അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിലും ഡെയിലി 1 ഗ്ലാസ് വെച്ചിട്ടെങ്കിലും പാല് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം പാല് നിർബന്ധമായിട്ടും കുട്ടികൾക്ക് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.